എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതിലെ ആർട്ടിസ്റ്റ്, ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ്, അദ്ദേഹം ഇത് ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എന്റെ സഹപ്രവർത്തകയോടും ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു. ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ചെന്ന നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയ നടൻ ഷൈൻ ടോം ചാക്കോ ഷൈനെതിരെ വിൻസി ഫിലിം ചേംബറിന് പരാതി നൽകി. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. എന്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനും കൂടി വരാം, ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം. നിനക്ക് നാണല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിലായിരുന്നു മോശം പെരുമാറ്റം. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. എടാ, നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണ എണിയൊക്കെ പിടിക്കണത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഷൈൻ ടോം ചാക്കോ തന്നോട് മോശമായി പെരുമാറിയത് എന്നുള്ളതാണ് രേഖാമൂലം ഇപ്പോൾ വിൻസി നൽകിയിരിക്കുന്ന പരാതി. അത് എന്റെ എല്ലാ മാനവും പോയി. ഇനി എന്നാ ചെയ്യും കർത്താവേ? എന്നാ പിന്നെ ഞാൻ മറ്റേത് ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ, ഒരു കടും പ്രയോഗമുണ്ട്. കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടെ നടൻ ഷൈൻ ടോം ചാക്കോ ഓടി രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഡാൻസ് ഓഫ് സംഘം ഈ ഹോട്ടലിൽ പരിശോധനയ്ക്കായി എത്തുകയും ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഈ ഷൈൻ ടോം ചാക്കോ ഈ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഓടുകയായിരുന്നു. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. ഇപ്പൊ അണ്ടർഗ്രൗണ്ട് പോയില്ലെങ്കിൽ പോലീസ് എന്നെ നിരപ്പാക്കും. എന്തായാലും ഈ ജന്മത്തിൽ ഇനി കേരളത്തിലേക്കില്ല. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പോ ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ.